നമസ്കാരം, ഞാൻ അജിത്ത്. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാർത്തകളിൽ സ്ഥിരമായി കേൾക്കുന്നതാണ് E85, E100 പിന്നെ ഫ്ലെക്സ് ഫ്യൂൽ വണ്ടികൾ എന്നതൊക്കെ. ഈ വാർത്തകൾ ഒത്തിരി സംശയങ്ങളും ആശങ്കകളുമാണ് നമ്മുടെ മനസ്സിൽ വളർത്തുന്നത്. E20 തന്നെ നമ്മുടെ പഴയ വണ്ടികളുടെ കാലനായി ഇവിടെ ഉള്ളപ്പോൾ ഇനി E85ഉം E100ഉം ഒക്കെ വന്നാൽ അതിനെന്താണ് സംഭവിക്കുക? സാധാരണ പെട്രോളിനേക്കാൾ 20 രൂപ കുറവിലാണ് E85 വിൽക്കാൻ പോകുന്നത്. അതിനേക്കാൾ കുറവിലായിരിക്കും E100ഉം വരുന്നത്. അപ്പോൾ 20 രൂപ ലാഭത്തിൽ കിട്ടുന്നത് ശരിക്കും നമുക്ക് ലാഭകരമാണോ? അതോ നമ്മുടെ വണ്ടിയുടെ മൈലേജും ലൈഫും ഒക്കെ പകുതിയായി കുറയുമോ? നമ്മുടെ പഴയ വണ്ടികളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ E20 കമ്പാറ്റബിൾ വണ്ടികളിൽ ആയാൽ പോലും ഈ പുതിയ E85ഉം E100ഉം ഒക്കെ അടിച്ചാൽ എന്താണ് സംഭവിക്കുക? എന്താണ് ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ? ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ മാറ്റാം. തുടങ്ങാം. ആദ്യം തന്നെ എന്താണ് E85ഉം E100ഉം എന്ന് നോക്കാം. എന്ന് വെച്ചാൽ എഥനോൾ. കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ശരിക്കുള്ള ആൽക്കഹോൾ തന്നെയാണ്, ഈഥൈൽ ആൽക്കഹോൾ. മുമ്പ് E20യെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എഥനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ശേഷം അതും കൂടി കണ്ടാൽ ഈ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാവും. E20 ആണിപ്പോൾ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ഫ്യൂൽ. ഈയുടെ കൂടെ പറയുന്ന നമ്പർ പെട്രോളിൽ കലർത്തിയിട്ടുള്ള എഥനോളിന്റെ പെർസെന്റേജ് ആണ്. E20 എന്നാൽ അതിൽ 20% എഥനോൾ എന്നതാണ്, ബാക്കി 80% പെട്രോളും. അപ്പോൾ E85 എന്നാൽ 85% എഥനോളും 15% പെട്രോളും എന്നാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. E85ൽ കൃത്യമായി 85% തന്നെ എഥനോള് എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് 51% മുതൽ 83% വരെ എത്രയും ആവാം. സീസണും റീജിയനും വെച്ച് അത് വേരി ചെയ്യും. തണുപ്പ് സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് കോൾഡ് സ്റ്റാർട്ടിംഗ് നടക്കാൻ വേണ്ടി പെട്രോളിന്റെ അളവ് കൂട്ടും. E100ല് പെട്രോൾ തീരെയില്ല. ഇത് 100% പൂർണ്ണമായും എഥനോളാണ്. പെട്രോളിൽ 20% എഥനോൾ മിക്സ് ചെയ്തപ്പോഴേ വണ്ടിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മളിൽ പലരും അത് അനുഭവിച്ചും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. അപ്പോൾ ഈ 85%വും 100% ഒക്കെ ആവുമ്പോൾ വണ്ടിക്ക് എന്ത് റിലയബിലിറ്റി ആണ് ഉണ്ടാവുക എന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടാവും അല്ലേ? അവിടെയാണ് ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾസ് എന്നൊരു പുതിയ ആശയത്തിന്റെ, പുതിയ ബ്രീഡിന്റെ പ്രസക്തി. ഈ ഫ്ലെക്സ് ഫ്യൂൽ വണ്ടിയിൽ നിങ്ങൾക്ക് E85 അടിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായും എഥനോളായ E100ഉം അടിക്കാം. അതുമല്ലെങ്കിൽ ഒരു തരി പോലും എഥനോൾ ഇല്ലാത്ത പ്യുവർ പെട്രോളും അടിക്കാം. ഏതൊഴിച്ചാലും ആ വണ്ടിയുടെ എഞ്ചിൻ തനിയെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കോളും. പ്യുവർ പെട്രോൾ കിട്ടാൻ ഇനി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രാക്ടിക്കലി E20 മുതൽ E100 വരെയുള്ള ഏത് ഫ്യൂൽ ഒഴിച്ചാലും ഒരു കേടും വരാതെ ഓടാൻ കഴിയുന്ന രീതിയിൽ മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ. ഫ്ലെക്സ് ഫ്യൂൽ വണ്ടികളെല്ലാം E100ൽ ഓടുന്നവയല്ല, E85 വരെ മാത്രം ഓടുന്നവയും ഉണ്ട്. അത് ഓരോ വണ്ടികളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സംശയത്തിന്റെ ഉത്തരം കിട്ടിക്കാണും. E85 അല്ലെങ്കിൽ E100 എന്നത് നമ്മുടെ സാധാരണ വണ്ടികളിൽ സാധാ പെട്രോളിന് പകരം അല്ലെങ്കിൽ E20ക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഫ്യൂൽ അല്ല. അതിന് പ്രത്യേകം സവിശേഷതകളുള്ള വണ്ടികൾ തന്നെ വേണം. അതാണ് ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾസ്. എന്താണ് എഥനോള് വണ്ടികളിൽ ഫ്യൂലായി ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്നത് അറിയാത്തവർക്കായി അതൊന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ പ്രശ്നം, എഥനോള് പെട്രോൾ ടാങ്ക് മുതൽ എഞ്ചിൻ വരെ എത്തുന്ന ഭാഗത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്, റബ്ബർ ഭാഗങ്ങളെയും സാധാരണ മെറ്റലുകളെയും നശിപ്പിക്കുമെന്നതാണ്. ഫ്യൂൽ പമ്പ് മുതൽ പ്ലാസ്റ്റിക്, റബ്ബർ ഫ്യൂൽ ലൈനുകൾ, ഇഞ്ചക്ടറിന്റെ പാർട്സ്, അതിന്റെ എല്ലാം റബ്ബർ ഗാസ്കറ്റുകൾ എല്ലാം ഹാർഡായി ചുരുങ്ങിയിട്ടും വെടിച്ചിട്ടും അതിന്റെ ഇടയിലൂടെ ഫ്യൂല് ലീക്കാക്കും. ത്രോട്ടിൽ ബോഡിയിലെയും എഞ്ചിനിലെയും അലുമിനിയം കൊണ്ടുള്ള ഭാഗങ്ങളെയും കാർന്നു തിന്ന് നശിപ്പിക്കും. വണ്ടിയുടെ ലൈഫ് മൊത്തം കിടക്കുമായിരുന്ന പാർട്സ് പലതും കുറച്ച് വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ എഥനോൾ കാരണം കേടാവും. അടുത്തത് എഥനോളിനുള്ള വെള്ള പ്രേമമാണ്. എഥനോള് അന്തരീക്ഷത്തിലുള്ള ജലാംശത്തെ വലിച്ചെടുത്ത് ഫ്യൂവലിൽ കലർത്തും. ഈ വെള്ളം ടാങ്കിനുള്ളിൽ ഏറ്റവും അടിയിൽ കെട്ടി നിൽക്കുകയും സാധാ സ്റ്റീൽ ടാങ്കിനെയും ഇരുമ്പിലുള്ള ഫ്യൂവൽ ലൈനുകളെയും തുരുമ്പിപ്പിക്കുകയും ചെയ്യും. പിന്നെ വെള്ളം ഫ്യൂവലിന് പകരം എഞ്ചിനിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. കുറച്ച് കൂടുതൽ നാൾ വണ്ടി എടുക്കാതെ നിർത്തിയിരുന്നാലാണ് ഇത് വഷളാവുന്നത്. ദിവസങ്ങളല്ല, മാസങ്ങളോളം വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഓടിക്കാതെ ഇരുന്നാൽ. അടുത്ത പ്രശ്നം എഥനോളിന്റെ കുറഞ്ഞ എനർജി ഡെൻസിറ്റിയാണ്. പെട്രോളിനെ അപേക്ഷിച്ച് ഏതാണ്ട് 34% എനർജി എഥനോളിൽ കുറവാണ്. അതായത് പെട്രോളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജിനേക്കാൾ 34% വരെ കുറവായിരിക്കും 100% എഥനോൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന മൈലേജ്. ഇനി ആ സെയിം മൈലേജ് കിട്ടണമെങ്കിൽ അത്രയും പവർ വണ്ടിക്ക് കുറയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾസ് ഈ പ്രശ്നങ്ങളെ മറികടക്കുന്നത്? മറികടന്നല്ലേ പറ്റൂ. അതാണല്ലോ സയൻസിന്റെയും ടെക്നോളജിയുടെയും ജോലി തന്നെ. എഥനോള് പെട്രോളിൽ മിക്സ് ചെയ്യുക, അതും 85% വരെ മിക്സ് ചെയ്യുക, 100% എഥനോളിൽ വണ്ടി ഓടിക്കുക, ഇക്കാര്യങ്ങളൊന്നും ഇന്ത്യയിലല്ല ആദ്യമേ സംഭവിക്കുന്നത്. ബ്രസീലാണ് ആദ്യമായിട്ട് എഥനോളിനെ സീരിയസ് ആയി പെട്രോളിന് പകരക്കാരനായി കണ്ട രാജ്യം. അമേരിക്കയിലാണ് 85% വരെ എഥനോൾ മിക്സ് ചെയ്ത ഫ്യൂവലിൽ ഓടുന്ന വണ്ടി ആദ്യം ഇറങ്ങിയത് 1990കളിൽ. ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് അവരാണ്. പക്ഷെ അതിനെ ധൈര്യപൂർവ്വം ദത്തെടുത്തത് ബ്രസീലാണ് 2003.
ഇന്നും അവർ തന്നെയാണ് E100 ഫ്യൂവൽ മെയിൻ ഫ്യൂവലായി ഉപയോഗിക്കുന്ന ലോകത്തെ ഏക രാജ്യം. E85നും E100നും വേണ്ട എല്ലാ ടെക്നോളജികളും മെറ്റീരിയൽ ടെസ്റ്റിങ്ങുകളും എല്ലാം നടത്തിയത് പ്രധാനമായിട്ടും ബ്രസീലിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരു ടെക്നോളജി ട്രാൻസ്ഫർ മാത്രമേ നമ്മുടെ കമ്പനികൾക്ക് ആവശ്യമുള്ളൂ. ഒന്നും പുതുതായിട്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾസ് നിർമ്മിക്കുമ്പോൾ കമ്പനികൾ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് സാധാ പെട്രോൾ വണ്ടികളിൽ വരുത്തുന്നത്. വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, പൈപ്പുകൾ, ഇഞ്ചക്ടറുകൾ, അവയുടെ ഗ്യാസ്കറ്റുകൾ എന്നിവയെല്ലാം എഥനോൾ കൊണ്ട് കേടാവാത്ത തരം സ്പെഷ്യൽ മെറ്റീരിയൽ കൊണ്ടാവും ഉണ്ടാക്കുക. അങ്ങനെ എഥനോളിന്റെ കെമിക്കലി ഉള്ള ആക്രമണത്തെ ചെറുക്കും. എഥനോൾ തട്ടിയാൽ കേടാവുന്ന മെറ്റലുകൾ ഏതൊക്കെയെന്ന് അറിയണ്ടേ? അലുമിനിയം, ബ്രാസ്, കോപ്പർ, സിങ്ക്, നോർമൽ സ്റ്റീൽ. ഇതിനെല്ലാം എഥനോൾ അലിയിച്ചു കളയും എന്ന് മാത്രമല്ല, അത് സ്ലഡ്ജ് പോലെയാക്കി ഇഞ്ചക്ടറിനെ ബ്ലോക്ക് ആക്കുകയും ചെയ്യും. അപ്പോൾ എഞ്ചിനിലെ എഥനോൾ ഫ്യൂവലുമായി സമ്പർക്കത്തിൽ വരാൻ എന്തെങ്കിലും സാധ്യതയുള്ളിടത്ത് നിന്നെല്ലാം ഈ മെറ്റലുകളെ മാറ്റും. എന്നിട്ട് അവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്കൽ അല്ലെങ്കിൽ നിക്കൽ പ്ലേറ്റ് ചെയ്ത സ്റ്റീല്, അനോഡൈസ് ചെയ്ത അലുമിനിയം എന്നിവ കൊണ്ടുള്ള പാർട്സ് ഉപയോഗിക്കും. ഇതൊന്നും എഥനോളിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത മെറ്റലുകളാണ്. റബ്ബർ പാർട്സുകളെയാണ് എഥനോള് ഒരു ദാക്ഷിണ്യവും കൂടാതെ നശിപ്പിക്കുന്നത്. പഴയ വാഹനങ്ങളുടെ പെട്രോൾ ലൈനുകളിൽ എല്ലാം ഉള്ളത് സാധാ റബ്ബർ, പിന്നെ പോളിയുറേതൻ പോലുള്ള മെറ്റീരിയലുകൾ എന്നിവ കൊണ്ടുള്ള ട്യൂബുകളും ഗ്യാസ്കറ്റുകളുമാണ്. അതെല്ലാം പെരുവി ഡ്രൈ ആയി ഹാർഡായി വെടിച്ചു കീറിപ്പോകും. അപ്പോൾ അതിന് പകരമായിട്ട് ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടികളിൽ ഉപയോഗിക്കുന്നത് ഫ്ലൂറോലാസ്റ്റമേഴ്സ്, ഫ്ലൂറോസിലിക്കോൺ എന്നിത്തരം സിന്തറ്റിക് റബ്ബറുകളാണ്. ഇതിനെയും എഥനോളിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മെറ്റലും റബ്ബറും മാത്രമല്ല, ഫ്യൂവൽ ലൈനുകളിൽ ഒത്തിരി പ്ലാസ്റ്റിക് പാർട്സുകളും ഉപയോഗിക്കുന്നുണ്ട്. ഫ്യൂവൽ പമ്പിന്റെ ഹൗസിംഗ് പ്ലാസ്റ്റിക് ആണ്. ഫ്ലെക്സിബിൾ ഫ്യൂവൽ ലൈനുകൾ പ്ലാസ്റ്റിക് ആണ്. എന്തിന് ഇപ്പോൾ മിക്ക വണ്ടികളുടെയും ഫ്യൂവൽ ടാങ്ക് തന്നെ പ്ലാസ്റ്റിക് ആണ്. ഫൈബർ ഗ്ലാസ്, PVC, പിന്നെ സാധാ പ്ലാസ്റ്റിക്കുകളെല്ലാം എഥനോൾ ടച്ച് ചെയ്താൽ ഒന്നുകിൽ ഉരുകി ഒരു പശ പോലെയാവും, അല്ലെങ്കിൽ ബ്രിട്ടിലായി കടുപ്പമായി പൊടിഞ്ഞു പോകും. HDPE എന്ന് കേട്ടിട്ടുണ്ടാവും, ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ. കുറച്ചു കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇറങ്ങുന്ന കാറുകളിലെയും പെട്രോൾ ടാങ്കുകൾ ഉണ്ടാക്കുന്നത് ഈ HDPE പ്ലാസ്റ്റിക് കൊണ്ടാണ്. എഥനോളിന് തൊടാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കാണിത്. 2001 മുതൽ ഇറങ്ങിയ ചില വണ്ടികളിലും ടാങ്ക് HDPE ആണ്. എഥനോളിനെ മൈൻഡ് ചെയ്യാത്ത മറ്റൊരു പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ. പൈപ്പിന്റെ ത്രെഡിൽ ചുറ്റുന്ന PTFE ടെഫ്ലോൺ ടേപ്പ് പലർക്കും അറിയായിരിക്കും. ഈ PTFE ലൈൻഡ് ബ്രേഡഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോസുകളാണ് ഫ്യൂൽ ടാങ്കിൽ നിന്ന് കാറിന്റെ അടിയിലൂടെ എഞ്ചിനിലെ ഇഞ്ചക്ടർ വരെ ഫ്യൂൽ എത്തിക്കുന്നതിനുള്ള ഫ്യൂൽ ലൈനായിട്ട് ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എഥനോൾ ഫ്യൂൽ ടാങ്കിനുള്ളിൽ എപ്പോഴും മുങ്ങിക്കിടക്കേണ്ട ഫ്യൂൽ പമ്പിന്റെ ഹൗസിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് നൈലോൺ ആണ്. ഒപ്പം ഇഞ്ചക്ടറുകൾ പിടിപ്പിക്കുന്ന ഫ്യൂൽ റെയിലുകളിലും ഈ മെറ്റീരിയലാണ്. ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾ ആകുമ്പോൾ 100% പ്യുവർ പെട്രോൾ മുതൽ 100% പ്യുവർ എഥനോൾ വരെ എന്ത് ടാങ്കിലേക്ക് ഒഴിച്ചാലും ഒരു പ്രതിഷേധവും കൂടാതെ എഞ്ചിൻ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ പ്യുവർ പെട്രോളിൽ ഓടുന്ന രീതിയിലല്ല 30% എഥനോൾ മിക്സിംഗിൽ, അങ്ങനല്ല 50%, അങ്ങനല്ല 85%, അങ്ങനെ ഒന്നുമേ അല്ല 100% എഥനോളിൽ. എഥനോളിന്റെ അളവ് മാറുന്തോറും എഞ്ചിന്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ രീതിയും ഇഗ്നിഷൻ ടൈമിംഗും ഒക്കെ വലിയ തോതിൽ മാറ്റം വരണം. അപ്പോൾ ടാങ്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ പമ്പ് ചെയ്ത് ഇഞ്ചക്ടറിലേക്ക് വരുന്ന ഫ്യൂവല് എന്താണ്, എത്ര ശതമാനം എഥനോൾ ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ ECUവിന് അക്കാര്യങ്ങൾ കൃത്യമായി കൺട്രോൾ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റൂ. അപ്പോൾ എത്ര ശതമാനം എഥനോളാണ് ഫ്യൂവൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒരു എഥനോൾ സെൻസർ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ലൈനിൽ ഉണ്ടാവും. ഈ സെൻസറിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് കൃത്യമായി എഞ്ചിന്റെ പ്രവർത്തനത്തെ മാറ്റാൻ കഴിയുന്ന ECU ആയിരിക്കും ഈ ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിളുകളിൽ ഉണ്ടാവുക. അത് സാധാ ECU നിന്ന് വ്യത്യസ്തമായി എഥനോൾ സെൻസറിൽ നിന്ന് വരുന്ന ഡാറ്റ വെച്ച് ഫ്യൂൽ ഇഞ്ചക്ഷൻ രീതിയും ടൈമിങ്ങും ഇഗ്നിഷൻ ടൈമിങ്ങും ഒക്കെ ഓൾട്ടർ ചെയ്യാനുള്ള ജോലി കൂടി ചെയ്യുന്ന ECU ആയിരിക്കും ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിളിൽ. ഇത്രയും പ്രീമിയം മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള മോഡിഫിക്കേഷനുകൾ ചെയ്യുമ്പോൾ ശരിക്കും വണ്ടിയുടെ വില കൂടിയേ പറ്റൂ. ഹീറോ ഇറക്കിയ സ്പ്ലെൻഡർ പ്ലസ് ഫ്ലെക്സ് ഫ്യൂവൽ ബൈക്കിന് സാധാ മോഡലിൽ നിന്നും ഏതാണ്ട് 5000 രൂപയാണ് വില വർധനവ്. അപ്പോൾ ഇത്രയും വില അധികം കൊടുത്ത് ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടി വാങ്ങുമ്പോൾ എന്താണ് കസ്റ്റമറിന് ലാഭം എന്നത് വലിയൊരു ചോദ്യമാണ്. ഗവൺമെന്റ് ഇപ്പോൾ E85 ഇന്ധനത്തിന് സാധാരണ പെട്രോളിനേക്കാൾ 20 രൂപ കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയ ലാഭമായിട്ട് തോന്നും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിന്റെ എനർജി ഡെൻസിറ്റി, അതായത് ഊർജം, ഏകദേശം 34% കുറവാണ്. അപ്പോൾ E85 മാക്സിമം എഥനോൾ പെർസെൻറ്റേജ് ആയ 83% ഉണ്ടെങ്കിൽ 28% എനർജി ഡെൻസിറ്റി പ്യുവർ പെട്രോളിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ E85 28% എനർജി ഡെൻസിറ്റി പ്യുവർ പെട്രോളിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇപ്പോൾ പ്യുവർ പെട്രോൾ ഇല്ല, E20 ആയതുകൊണ്ട് ഒരു 7% അതിലിപ്പോൾ തന്നെ കുറയുന്നുണ്ട്. അപ്പോൾ E85 അടിക്കുമ്പോൾ E20 അപേക്ഷിച്ച് കുറയുന്നത് 20-21%. എന്നുവെച്ചാൽ 1 കിലോമീറ്റർ ഓടാൻ E20 പെട്രോൾ കുടിക്കുന്നതിനേക്കാൾ 20% കൂടുതൽ ഫ്യൂവൽ E85 അടിക്കുമ്പോൾ എഞ്ചിന് കൂടുതൽ കുടിക്കേണ്ടി വരും. അപ്പോൾ ലിറ്ററിന് 20 രൂപ കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം അത് ലാഭകരമാകുമോ? നമുക്കൊരു കണക്ക് നോക്കാം. നിങ്ങൾക്കൊരു E20 സ്പ്ലെൻഡർ പ്ലസ് വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക.
അതിന് E20 പെട്രോളിൽ ലിറ്ററിന് ഒരു 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്നും വിചാരിക്കാം. ഇപ്പോൾ അത് കൊടുത്ത് ഒരു സ്പ്ലെൻഡർ പ്ലസ് ഫ്ലെക്സ് ഫ്യൂൽ വണ്ടി വാങ്ങി എന്ന് കരുതുക. അതിന്റെ മൈലേജ് E20 അടിക്കുമ്പോൾ 60 തന്നെ കിട്ടുമെങ്കിൽ E85 അടിക്കുമ്പോൾ 20% കുറഞ്ഞ് 48 കിലോമീറ്റർ ആവും എന്നതാണ് സിമ്പിൾ കാൽക്കുലേഷൻ. ഇനി ഈ 12 കിലോമീറ്റർ മൈലേജ് കുറവിനെ ഈ 20 രൂപ വിലക്കുറവ് സാധൂകരിക്കുമോ എന്ന് നോക്കാം. 115 രൂപയാണ് E20 പെട്രോളിന്റെ വില എന്ന് കൂട്ടിയാൽ ലിറ്ററിന് 60 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ 1.92 പൈസയാണ് 1 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂൽ കോസ്റ്റ് ആവുന്നത്. ഇനി E85ന് 20 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 95 രൂപ. 48 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നതെങ്കിൽ 1.98 പൈസയാവും 1 കിലോമീറ്ററിന്റെ കോസ്റ്റ്. 20 രൂപ ഡിസ്കൗണ്ട് തന്നിട്ടും 6 പൈസ ഓരോ കിലോമീറ്ററിനും ചെലവ് കൂടുതൽ വരും E85 പെട്രോൾ അടിച്ച് ഓടുമ്പോൾ എന്നാണ് കാണുന്നത്. പക്ഷേ ഇവിടെ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്ലെക്സ് ഫ്യൂൽ സ്പ്ലെൻഡറിന് E85 ഫ്യൂൽ ഓടുമ്പോൾ E20 ഓടുമ്പോൾ ഉള്ളതിനേക്കാൾ 7% കൂടുതൽ പവറും 3% കൂടുതൽ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ഹീറോ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പവറും കൂടുതൽ ടോർക്കും എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഫ്യൂൽ എഫിഷ്യൻസിയെ സഹായിക്കാൻ തന്നെയാണ് സാധ്യത. നമ്മൾ കണക്കൂട്ടിയ പോലെ 20% കുറവ് മൈലേജിൽ വരാൻ സാധ്യതയില്ല. 3% ടോർക്ക് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ വണ്ടിയെ അത്രയും ഈസി ആയിട്ട് മുന്നോട്ട് തള്ളും എന്നാണ് അർത്ഥം. എങ്കിൽ മിനിമം ഒരു 3% എങ്കിലും മൈലേജ് കൂടുതൽ കിട്ടണം. അതായത് മൈലേജ് ഡ്രോപ്പ് നമ്മൾ കൂട്ടിയ 20-ൽ നിന്ന് 3 കുറച്ച് 17% മാത്രമേ കുറയുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ 60-ൽ നിന്ന് 17% കുറയുമ്പോൾ 50 കിലോമീറ്റർ മൈലേജ് എന്നാണ് കിട്ടുക. എങ്കിൽ നമ്മുടെ പെർ കിലോമീറ്റർ കോസ്റ്റ് 1 രൂപ 90 പൈസയായി കുറയും. 2 പൈസ E20 അപേക്ഷിച്ച് E85ന് ലാഭം വരും 1 കിലോമീറ്ററിന്. ചെറുതാണെങ്കിലും അധിക ചെലവില്ലാത്ത അവസ്ഥ വന്നു എന്ന് പറയാം. ഈ ഒരു കണക്കുകൂട്ടലിലായിരിക്കാം അവർ 20 രൂപ എന്നൊരു കണക്കിലേക്ക് എത്തിയത്. E85ന്റെ മാക്സിമം എഥനോൾ കണ്ടന്റായ 83% വെച്ചാണ് നമ്മൾ ഈ കണക്ക് നോക്കിയത്. പക്ഷേ സീസണും റീജിയനും വെച്ച് അത് വേരി ചെയ്യുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഒരു 60% എഥനോൾ കണ്ടന്റ് ആണ് E85 ഉള്ളത് എന്ന് കരുതുക. അപ്പം മൈലേജിന്റെ കുറവ് ഇതിലും ഭേദമാവും. 13% മാത്രമാകും എനർജി ഡെൻസിറ്റിയുടെ ഡിഫറൻസ് E20യുമായിട്ട്. മൈലേജ് 52 ആയിട്ട് കൂടും. അപ്പോൾ ശരിക്കും E20 അപേക്ഷിച്ച് വ്യക്തമായ ലാഭം വരികയും ചെയ്യും. കാറിലും ഇത്തരത്തിലുള്ളൊരു മൈലേജ് ഡ്രോപ്പും ലാഭനഷ്ട കണക്കുകളും തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ വണ്ടി വാങ്ങുന്ന വിലയിൽ വലിയ വ്യത്യാസം വരും. മാരുതി വാഗണാർ ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ വില സമാനമായ പെട്രോൾ മോഡലിൽ നിന്ന് 85,000 രൂപയാണ് അധികമായിട്ട് നിൽക്കുന്നത്. അത് ശരിക്കും എക്സ്പെൻസീവ് തന്നെയാണ്. EVകൾക്കുള്ളതുപോലെ ഒരു ടാക്സ് ഇളവ് പോലെ എന്തെങ്കിലും ഒന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരണം. എങ്കിലേ ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾ വാങ്ങാൻ കസ്റ്റമേഴ്സിന് ഒരു പ്രചോദനം ഉണ്ടാവൂ. അല്ലാതെ ഫ്യൂവലിന്റെ വിലയിലുള്ള കുറവ് അത്രയും വലിയൊരു ലാഭം തരില്ല എന്ന് നമ്മളിപ്പോൾ കണ്ടതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇനി ഒരു പെട്രോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും ഫ്ലെക്സ് ഫ്യൂൽ വണ്ടി തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ കാരണം പറയാം. അധികം ആരും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം. നമ്മളിപ്പോൾ തന്നെ E10 പെട്രോളിലും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്യുവർ പെട്രോളിലും ഒക്കെ ഓടാൻ നിർമ്മിച്ച വണ്ടികളിൽ ഇപ്പോഴത്തെ E20 പെട്രോൾ അടിച്ചാൽ വണ്ടിക്ക് പണിയാകും എന്ന് ഉറപ്പുണ്ടായിട്ടും വേറെ വഴിയില്ലാത്തതുകൊണ്ട് E20 അടിച്ച് ആ പണി എന്ന് വരും എന്ന് കാത്തിരിക്കുകയാണല്ലോ. ഇനി ഒരു പുതിയ പെട്രോൾ വണ്ടി വാങ്ങുമ്പോൾ ഇപ്പോഴത്തെ E20 ഫ്യൂവലിന് കമ്പാറ്റബിൾ ആയ ഒരു വണ്ടി വാങ്ങിയാൽ എല്ലാം ഓക്കെ ആയി, ഫ്യൂച്ചറിൽ ഇനി പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഗവൺമെന്റ് ഇപ്പോൾ തന്നെ E27 E30 ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഫ്യൂല് ഇന്നത്തെ E20 ഓടാൻ ഡിസൈൻ ചെയ്ത വണ്ടികൾക്ക് ഇപ്പോൾ പഴയ വണ്ടികളിൽ E20 ഉണ്ടാക്കും പോലെയുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയൊരു E20 പെട്രോൾ വണ്ടി എടുക്കുന്നത് ഒരു കാരണവശാലും ബുദ്ധിയല്ല. പകരം E85 E100 കേപ്പബിൾ ആയ ഒരു ഫ്ലെക്സ് ഫ്യൂൽ വണ്ടി എടുത്താൽ ഭാവിയിൽ എന്ത് വന്നാലും നമുക്ക് പേടിക്കണ്ട. E20 അടിക്കാം. ഇനി വരുന്ന E27 E40 എന്ത് തന്നെ വന്നാലും 100ന് താഴെയാണല്ലോ. അതൊന്നും നമ്മൾ ബോദർ ചെയ്യുകയേ വേണ്ട. മറ്റുള്ളവർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ചിരിച്ചോണ്ട് പെട്രോൾ പമ്പിൽ കയറുകയും ചെയ്യാം, ഇറങ്ങുകയും ചെയ്യാം. നമ്മുടേത് ഫ്യൂച്ചർ പ്രൂഫ് വണ്ടിയാവും. ഇതുകൊണ്ട് തന്നെ ഭാവിയിൽ നല്ല റീസെയിൽ വാല്യൂയും കിട്ടും. ഇനി അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ സ്പ്ലെൻഡറിനും HF ഡീലക്സിനും വാഗണാറിനും അപ്പുറം ഏത് വണ്ടി? ചോയ്സ് ഈ വണ്ടികളിൽ മാത്രം ഒതുങ്ങുമോ എന്ന ചോദ്യം വരും, ഇല്ലേ? എന്നാൽ താമസിയാതെ എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ മോഡൽസിനും ഫ്ലെക്സ് ഫ്യൂൽ മോഡലുകൾ ഇറങ്ങും. റോയൽ എൻഫീൽഡ് 350J സീരീസ് എഞ്ചിൻ പ്ലാറ്റ്ഫോമിലും ബജാജ് പൾസർ NS 160 ഒക്കെ ഫ്ലെക്സ് ഫ്യൂൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ. റോയൽ എൻഫീൽഡ് E85 വണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബജാജ് E100ലാണ്. TVSന്റെ കയ്യിൽ E100 ടെക്നോളജി പണ്ടേ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% എഥനോൾ ഓടാൻ കഴിയുന്ന ഒരു വണ്ടി ഇറക്കിയത് അവരാണ്. 2019 RTR 200 FI E100. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ സ്കൂട്ടറുകളിലും ബൈക്കുകളിലും E85 E100 ഒക്കെ കൊണ്ടുവരാൻ ഒരു താമസവും ഉണ്ടാവില്ല. പക്ഷേ ഇവരാരുമല്ല, ഹോണ്ടയാണ് ലോകത്ത് തന്നെ ആദ്യ E85 ബൈക്ക് ഇറക്കിയത്.
അതും 2009. ബ്രസീലിന് വേണ്ടി ഇറക്കിയ CG150 ടൈറ്റൻ മിക്സ്, പിന്നെ XRE 300 അഡ്വഞ്ചർ ബൈക്ക്. ശരിക്കും ഇന്ത്യയിലും ആദ്യ ഫ്ലെക്സ് ഫ്യൂൽ ബൈക്ക് റോഡിലിറക്കിയതും ഹോണ്ട തന്നെയാണ്. ആരും അറിയാതെ വരികയും പോവുകയും ചെയ്ത CB300F ഫ്ലെക്സ് ടെക്. 2024 ഒക്ടോബറിൽ ഇന്ത്യയിൽ E85 ഫ്യൂല് ഒഫീഷ്യലായി ലോഞ്ച് ആവും മുമ്പ് ഹോണ്ട ഈ ബൈക്ക് കൊണ്ടുവന്നു. പക്ഷെ പമ്പിലങ്ങും E85 ഫ്യൂൽ ഇല്ലാത്തത് കൊണ്ട് ആരും വാങ്ങിയില്ല. എന്നാൽ ഇവിടെ ഫ്ലെക്സ് ഫ്യൂൽ വണ്ടികളുടെ കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ മെയില് അതിനെ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും റെഡി ടെക്നോളജി ഹോണ്ടയുടെ കയ്യിലുണ്ട്. മാർക്കറ്റ് വളരുമ്പോൾ അവരുടെ നിലവിലെ എല്ലാ വണ്ടികളുടെയും E100 കമ്പാറ്റബിൾ വേരിയന്റുകൾ ഇറങ്ങും. അതിൽ സംശയമൊന്നും വേണ്ട. യമഹയുടെ കയ്യിലുണ്ട് ഫ്ലെക്സ് ഫ്യൂൽ ബൈക്കുകൾ. ബ്ലൂ ഫ്ലെക്സ് എന്നാണ് യമഹ ഫ്ലെക്സ് ഫ്യൂൽ ബൈക്കുകളെ വിളിക്കുന്നത്. കാറുകളുടെ കാര്യത്തിൽ മാരുതി സുസുക്കി ഈ ജൂൺ മാസത്തിലാണ് വാഗണർ ബയോഫ്ലെക്സ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചത്. അതുപോലെ ടാറ്റ, ഹ്യുണ്ടായി, ടൊയോട്ട എന്നിവയുടെ ഫ്ലെക്സ് ഫ്യൂൽ മോഡലുകൾ ഇന്ത്യയിൽ ടെസ്റ്റിംഗിലാണ്. ഫോക്സ് വാഗൺ ആണ് ലോകത്തെ ആദ്യ കൊമേഴ്ഷ്യൽ ഫ്ലെക്സ് ഫ്യൂൽ കാർ ലോഞ്ച് ചെയ്തത്. അതും ബ്രസീലിൽ തന്നെയാണ് 2003. ഇവിടെ ലഭ്യമായ വിർട്ടസ്, ടൈഗൂൺ എന്നിവ ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിളായിട്ട് ഇപ്പോൾ അവിടെ വിൽക്കുന്നുണ്ട്. ടൊയോട്ടയുടെ കൊറോള സെഡാൻ ഫ്ലെക്സ് ഫ്യൂൽ ഹൈബ്രിഡ് ആയിട്ട് അവിടെ ഉണ്ട്. ഹ്യുണ്ടായുടെ ക്രെറ്റയുടെയും i20യുടെയും ഫ്ലെക്സ് ഫ്യൂൽ മോഡൽസ്, ഹോണ്ട സിറ്റിയുടെയും HRVയുടെയും ഫ്ലെക്സ് ഫ്യൂൽ മോഡൽസ്, റെനോ ഡസ്റ്ററിന്റെയും ക്വിഡിന്റെയും ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റുകൾ ഒക്കെയും ബ്രസീലിൽ ഇറങ്ങുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള മിക്ക ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും മോഡലുകൾക്ക് ബ്രസീലിൽ ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റുകളുണ്ട്. അപ്പോൾ കാറിലും ടെക്നോളജി റെഡിലി അവൈലബിൾ ആണ്. ഇവിടെ E85ന്റെയും E100ന്റെയും ഫ്യൂൽ സ്റ്റേഷനുകൾ ആവശ്യത്തിന് വരുമ്പോൾ അവരത് ഇവിടെ എത്തിക്കും. അപ്പോൾ ഇനി അടുത്ത സംശയം, നമ്മൾ അടുത്തുള്ള പെട്രോൾ പമ്പുകളിൽ ഈ E85ഉം E100ഉം ഒക്കെ എന്ന് വരും എന്നതാവും. 2026 അവസാനത്തോടെ ഇന്ത്യയിൽ 500 എഥനോൾ പമ്പുകൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് വളരെ കുറവാണ്. പക്ഷേ 2027 അവസാനത്തോടെ അത് 5000-ലെത്തിക്കും എന്ന് പറയുന്നു. പുതിയ ഫ്ലെക്സ് ഫ്യൂൽ വണ്ടികളിൽ മാത്രമല്ല, പഴയ വണ്ടികളിലും E85ന്റെ കൺവേർഷൻ കിറ്റ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്താൽ E85 ഫ്യൂൽ ഉപയോഗിക്കാൻ കഴിയും. കാറുകൾക്ക് 20,000 രൂപയിൽ താഴെ വില വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് കിറ്റുകൾ ഇറക്കുമെന്ന് പറയുന്നു. ഒറിജിനൽ കമ്പനികളും കിറ്റ് ഇറക്കിയേക്കാം, പക്ഷെ അതിന് വില കൂടുതലാവും. എന്തായാലും ഫ്ലെക്സ് ഫ്യൂൽ കിറ്റ് ഇറങ്ങുന്ന സമയത്ത് പഴയ പെട്രോൾ വാഹനങ്ങളിൽ അത് വാങ്ങി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ E20 ഉണ്ടാവുന്നതും ഇനി E30 ഉണ്ടാവാൻ പോകുന്നതുമായിട്ടുള്ള മിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടും. മിക്കതും എന്നേ പറയാൻ കഴിയൂ. എന്നാലും നമ്മുടെ പഴയ വണ്ടികളുടെയൊക്കെ ലൈഫ് കുറച്ചുകൂടി നീട്ടിക്കിട്ടും. അപ്പോൾ ഫ്ലെക്സ് ഫ്യൂൽ വണ്ടികൾ ഒരു ഓപ്ഷനായി മാറുകയാണ്, നിർബന്ധമല്ല. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന E20 പെട്രോൾ E30 E40 ഒക്കെ ആയിട്ട് ഇനിയും വർഷങ്ങളോളം ഇവിടെ തന്നെ കാണും. പക്ഷേ ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിളുകൾ എഥനോൾ പ്രശ്നങ്ങൾ കൊണ്ടുള്ള തലവേദന ഏതാണ്ട് പൂർണ്ണമായി മാറ്റും. ഒപ്പം ഭാവിയിൽ എഥനോളിന്റെ വില ഇന്നുള്ളതിനേക്കാൾ കുറഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.